അപ്പോൾ നമ്മളെ പറവൂർ സൈറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ ഡ്രയറും റിസീവർ ടാങ്കൊക്കെ നമ്മൾ കൊണ്ടുവച്ചു. ഇനി നമുക്കതിൻ്റെ പൈപ്പ് ലൈൻ ചെയ്യണം, PPR പൈപ്പ് ലൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ടൊക്കെയാണ് ഒന്ന് അടിക്കാൻ പോകുന്നത്. വെൽഡ് ചെയ്തിട്ട് ഫുൾ സപ്പോർട്ടൊക്കെ ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ PPR ലൈൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു യൂണിയൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കംപ്രസറിൽ ഒരു വാൾവ് വന്നിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ നമ്മളൊരു യൂണിയൻ വെച്ചു. യൂണിയൻ നമ്മൾ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കംപ്രസർ റിമൂവ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് യൂണിയൻ അയച്ചെടുത്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. ഇനി PPR പൈപ്പ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാണിക്കാമെന്ന്. ഇങ്ങനെയാണ് നമ്മൾ PPR പൈപ്പ് ഒട്ടിക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്നർ ലെയറും ഔട്ടർ ലെയറും മെഷീനിൽ വെച്ച് ചൂടാക്കി ഇതേപോലെ നമ്മൾ ഒട്ടിച്ചാൽ മതി. വേറെ കെമിക്കൽസും അതേപോലെ തന്നെ സോൾവൻസും ഒന്നും വേണ്ട. ഇങ്ങനെയാണ് PPR ഒട്ടിക്കുക. ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കുറേ അധികം സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യും. നമ്മൾ ഈ PPR ഒട്ടിക്കുന്ന മെഷീൻ 300 ഡിഗ്രി ചൂടാക്കിയിട്ടാണ് നമ്മൾ ഫിറ്റിങ്സിൻ്റെ ഇന്നർ ലെയറും പൈപ്പിൻ്റെ ഔട്ടർ ലെയറും കൂടിയിട്ട് നമ്മൾ ചൂടാക്കും. ആ 300 ഡിഗ്രി ഹീറ്റിംഗ് ഒരു ഗണ്ണാണത്. അതിൽ ചൂടാക്കി നമ്മൾ അതിൻ്റെ ഹീറ്റിംഗ് ആയി കഴിഞ്ഞാൽ അത് പുറത്തെടുത്ത് നമ്മൾ രണ്ടും ഫിറ്റിങ്സും പൈപ്പും തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 4-5 സെക്കൻഡിനുള്ളിൽ സെറ്റാവും. നമ്മൾ ആദ്യം അതിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. പിന്നെ നമ്മൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് അളവെടുത്ത് ഇതേപോലെ PPR പൈപ്പ് കട്ടർ ഉണ്ട്, അത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടും. നല്ല രീതിയിൽ ഒട്ടിച്ച് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനൊരു ലെയറായിട്ടൊക്കെ എടുക്കും. ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് നമ്മളിനി കംപ്രസറിൻ്റെ മുകളിൽ നിന്ന് പൈപ്പ് ലൈൻ പോവുകയാണ്. ഇവിടുന്നാണ് അതിൻ്റെ ഫസ്റ്റ് ലൈന്. ഇവിടെ നിന്ന് നമ്മളിനി പോണതെല്ലാം ട്രസ്സിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ മുകളിൽ കൂടെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടുന്ന് വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള ചുമരുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ട്രസ്സാണ്. ആ ട്രസ്സിൽ നമ്മൾ വെൽഡ് ചെയ്ത് ഒരു 8 mm ത്രെഡ് റോഡാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്ലാമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്നത്. നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് PPR ഒട്ടിക്കുന്ന സിസ്റ്റം. പൈപ്പ് ലൈൻ കൊണ്ടുപോകണമെന്ന് വേറെ വഴിയൊന്നുമില്ല. നമുക്കിത് പൈപ്പ് ഹാങ് ചെയ്ത് വിടണമല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു സപ്പോർട്ട് വെൽഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ക്ലാമ്പാണ് അവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 mm ത്രെഡ് റോഡാണ് നമ്മളവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ആ 8 mm ത്രെഡ് റോഡിൻ്റെ മുകളിൽ 8 mm നെട്ട് വാഷങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളതിൽ ഒരു യൂണിവേഴ്സൽ ക്ലാമ്പ് സെറ്റ് ചെയ്യും. ആ യൂണിവേഴ്സൽ ക്ലാമ്പിൻ്റെ അതാണ് യൂണിവേഴ്സൽ ക്ലാമ്പ്. അതങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ മൊത്തത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇവിടുന്ന് കംപ്രസറിൽ നിന്ന് നേരെ റിസീവറിലേക്ക് ഡ്രയറിൽ നിന്ന് കയറി ഫിൽറ്ററൊക്കെ ചെയ്ത് അത് റിസീവറിലേക്ക് കയറി റിസീവറിൽ നിന്ന് റിട്ടേൺ വരും. അങ്ങനെ 2 ലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഉദ്ദേശിച്ചുള്ള ഇതുപോലെ റോഡ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ കൂടെ യൂണിവേഴ്സൽ ക്ലാമ്പ് സെറ്റ് ചെയ്ത് വരാനാണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ.
കാരണം ഒന്ന് രണ്ടെണ്ണം നമുക്ക് കണ്ടാലേ ഏകദേശം നമ്മൾ സപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പൈപ്പ് ലൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയും കൂടി ചെയ്യാനുണ്ട്. ഫുൾ പൈപ്പ് ലൈൻ ചെയ്യാനുണ്ട്. നമ്മൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം ഇതും നമ്മൾ വിചാരിച്ചതിനായിട്ടും കുറച്ച് ലെങ്ത്ത് കൂടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ലൈനും കൂടി എങ്ങനെ കൊടുക്കുന്നത്, ഡ്രയർ എങ്ങനെ കണക്ട് ചെയ്യുന്നതും അതുപോലെ പ്രഷർ ഗേജ് അങ്ങനെ കമ്മീഷൻ ചെയ്യുന്നത് വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം. ഓക്കെ.